ഭരണി മൂന്നാം പാദത്തിലാണ് നിൽക്കുന്നത്. ഉത്തരത്തിൽ നിൽക്കുന്ന സൂര്യൻ നീചനവാസത്തിൽ വരണമെങ്കിൽ ഭരണി മൂന്നാം പാദത്തിൽ നിൽക്കണം. ഇത് സൂര്യന്റെ ഉച്ചസ്ഥാനമല്ല. സൂര്യന്റെ ഉച്ചസ്ഥാനം നമ്മൾ കണ്ടു അശ്വതി മൂന്നാം. അപ്പൊ ഈ ഒരു വ്യത്യാസം നമ്മൾ നോക്കാനുണ്ട്. പ്രത്യേകിച്ച് സൂര്യന്റെ ദശാവതാര കാലങ്ങളിലെ എല്ലാവർക്കും കൺഫ്യൂഷനാണ്. ഉച്ചത്തിലുള്ള സൂര്യൻ നീചനവാസത്തിൽ നിൽക്കുമ്പോൾ ദശാവതാര കാലങ്ങളിൽ ഫലം എന്തായിരിക്കും? അപ്പോൾ ഈ ഫലമാണ് ഭരണി മുന്നിൽ നിൽക്കുന്ന ഫലമാണ്. അല്ലാതെ ഉച്ചം നീചം എന്ന പേരില് കൺഫ്യൂഷൻ ആവാനേ പാടില്ല. അത് രണ്ട് ഡയറക്ഷൻ മാത്രമേ കാണിക്കുന്നുള്ളൂ. അത് പ്രത്യേകം ഓർമ്മിച്ചു വെക്കുക. ഒന്ന് ആത്മാഭിമുഖമായിട്ടോ ഓടുന്ന സൂര്യൻ, വിഷയാഭിമുഖമായിട്ട് ഓടുന്ന സൂര്യൻ. ഇത്ര മാത്രമേ ആലോചിക്കാനുള്ളൂ. അല്ലാതെ ഉച്ചം നീചം വളരെ ശക്തിയുള്ള ആളോ വളരെ ശക്തി കുറഞ്ഞ ആളോ എന്ന രീതിയിൽ അതിനെ കാണരുത്. കണ്ടു കഴിഞ്ഞാൽ ഇത് കൺഫ്യൂഷൻ ആവും. അപ്പൊ നമുക്ക് മനസ്സിലാവാനുള്ളത് സൂര്യന്റെ ഏറ്റവും ഉച്ചസ്ഥാനത്ത് 10 ഡിഗ്രിയിൽ നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ വിജനവാസം വരണം. പക്ഷേ നീചനവാസമായിട്ടാണ് അവർ കണക്കാക്കുന്നതെങ്കിൽ അത് തുലാം വരണം. തുലാം നവാംശമായിട്ട് വരുന്ന സമയത്ത് സൂര്യൻ നിൽക്കുന്നത് ഉച്ചസ്ഥാനത്ത് അല്ല. ഇത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവാം. അതായത് സൂര്യനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് ചന്ദ്രനാണ്. ചന്ദ്രൻ ഉച്ചത്തിൽ നിൽക്കുമ്പോൾ ഇടവരാശി 3 ഡിഗ്രി എന്ന് നമ്മൾ കണ്ടു. ഈ ചന്ദ്രന്റെ നീലസ്ഥാനം വരുമ്പോൾ വൃത്തിയത്തിൽ വരണം. ഇവിടെ നാമത്തിൽ ചന്ദ്രൻ എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കേണ്ടത് ചന്ദ്രൻ 3 ഡിഗ്രി വരുമ്പോൾ ഏത് നക്ഷത്രമായിരിക്കും? കാർത്തിക 2ാം പാദമാണ്. കാർത്തിക 2ാം പാദം എന്ന് പറഞ്ഞാൽ ഇവിടെ നവാംശം ഇവിടെ വരണം. കാർത്തിക 1, 2, 3, 4 ഇങ്ങനെ വരാം. അപ്പൊ ഇവിടെ നിൽക്കുന്ന ചന്ദ്രന്റെ നീചനവാംശം എന്ന് പറയണമെങ്കിൽ ഇതാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഉച്ചത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ 3 ഡിഗ്രിയിൽ നിൽക്കുന്ന ചന്ദ്രൻ കാർത്തിക 2ാം പാദത്തിൽ നിൽക്കുന്ന ചന്ദ്രന്റെ നവാംശം മകരത്തിലാണ്. ഇനി ഇവിടെ ചന്ദ്രന്റെ നവാംശം വരുമെന്ന് നോക്കാം. ഇവിടെ വരുന്നത് അശ്വതി ഭരണി കാർത്തിക ഇവിടെ വരണം. കാർത്തിക 2, 3, 4 4 പാദം, മകീര 2 പാദം. അത്രയാണ് ഇവിടെ ഉള്ളത്. അപ്പൊ കാർത്തിക 2, 3, 4, രോഹിണി 1, 2, 3, 4, മകീരം 1, 2. ഇവിടെ പോയിട്ട് ഇടവരാശി കഴിഞ്ഞു. ഇവിടെ ഇങ്ങോട്ട് മിഥുനാണ് വന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ ചന്ദ്രൻ എഴുതി കഴിഞ്ഞാൽ ഈ ചന്ദ്രൻ ഇവിടെ ചന്ദ്രനായിട്ട് കണ്ടുവരുന്നത്. ഇവിടെ ചന്ദ്രൻ നവാംശത്തിൽ വരണമെങ്കിൽ ഈ ചന്ദ്രൻ മിഥുനത്തിലേക്ക് മാറി നിൽക്കണം. അത് കാരണം ചന്ദ്രന്റെ നീചനവാംശം എന്നുള്ള ഈ ഒരു പൊസിഷൻ അതില്ല. അത് തെറ്റാണ്. അപ്പൊ ചന്ദ്രൻ നീചനവാംശത്തിൽ നിൽക്കുമ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഉച്ചത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ നീചനവാംശത്തിൽ വരും. ഉറപ്പാണ്. ഇത് നമ്മൾ ഓർമ്മിക്കാനുണ്ട്. അപ്പൊ ഈ ഉച്ച നീചം എന്നുള്ള ഈ ഒരു കൺഫ്യൂഷൻ ചന്ദ്രന്റെ കാര്യത്തിൽ ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി അടുത്തത് നമുക്ക് ചൊവ്വയെ കുറിച്ച് നോക്കാം. ചൊവ്വയുടെ ഉച്ചരാശി മകരം. മകരത്തിൽ 28 ഡിഗ്രി എന്നാണ് പറഞ്ഞത്. ചൊവ്വയുടെ നീചനവാംശം വരണമെങ്കിൽ കർക്കിടകത്തിൽ വരണം. കർക്കിടകം ചൊവ്വയുടെ ഇവിടെ വരുമെന്ന് നോക്കാം. മകരത്തിൽ 28 ഡിഗ്രി എന്ന് പറയുമ്പോൾ അവിട്ടം 2ാം പാദമാണ്. അവിട്ടം 2ാം പാദം എന്ന് പറയുമ്പോൾ നവാംശത്തിൽ ഇവിടെയാണ്. അവിട്ടം 1, 2, 3, 4 ഇങ്ങനെ. അപ്പൊ അവിട്ടം 2ാം പാദത്തിലാണ് വരുന്നത്. ഇവിടെ ഉച്ചത്തിലാണ് നിൽക്കുന്നതെങ്കിൽ അവിട്ടം 2ാം പാദത്തിലെ നവാംശം വരണം. പക്ഷെ നീചനവാസവുമായിട്ട് കർക്കിടകത്തിൽ ഇവിടെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഉച്ചത്തിൽ നിൽക്കുന്ന ചൊവ്വ ഇവിടെ നീചനവാസത്തിൽ വരണമെങ്കിൽ ഒരേ ഒരു പൊസിഷനേ ഉള്ളൂ. അത് തിരുവോണ നക്ഷത്രമാണ്. തിരുവോണം 1, 2, 3, 4. തിരുവോണം ചൊവ്വ തിരുവോണം 4ാം പാദത്തിൽ നിൽക്കുമ്പോൾ മാത്രമേ
ഉച്ചരാശി നീച നവാംശവുമായിട്ട് നിൽക്കുന്നു. പക്ഷെ തിരുവോണ നാള് ചൊവ്വയുടെ ഉച്ച സ്ഥാനമല്ല, പ്രോപ്പർ പൊസിഷൻ അല്ല, രാശി മാത്രമാണ്. അപ്പൊ ചൊവ്വയുടെ ഉച്ചരാശിയിലോ നീച നവാംശത്തിലായിട്ട് ജാതകത്തിൽ കാണുന്നുണ്ടെങ്കിൽ ഉടനെ ചൊവ്വ തിരുവോണം 4ാം പാദത്തിൽ നിന്നുള്ള സൂചനകൾ എന്തൊക്കെയാണ് എന്നാണ് നോക്കുന്നത്. ഇതാണ് ദശാപഹാര ഗ്രഹങ്ങൾ കണക്കാക്കുന്നത്. ഈ ചൊവ്വയ്ക്ക് വേറെ വരുന്ന ദൃഷ്ടി യോഗം മുതലായവ അത് കണക്കാക്കാനുണ്ട് എന്നോടൊപ്പം ഞാൻ ചൊവ്വ മാത്രം എങ്ങനെ നോക്കണം എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതായത് ഉച്ചരാശി നീച നവാംശത്തിൽ ചൊവ്വ നിൽക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ആ ചൊവ്വ തിരുവോണം 4ാം പാദത്തിലാണ് നിൽക്കുന്നത്. അതിന്റെ ഫലങ്ങൾ വേണം, ഫലമല്ല അതിൽ തരുന്ന സൂചനകൾ വേണം മനസ്സിലാക്കാം. എക്സാക്ട് ഉച്ചരാശിയിലാണ് ഉച്ചസ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ നീച നവാംശത്തിൽ വരിക, ആ നവാംശത ഇങ്ങോട്ട് കന്നിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അടുത്തത് ബുധനെ കുറിച്ച് നോക്കാം. ബുധന്റെ ഉച്ചസ്ഥാനം കന്നിയിൽ 15 ഡിഗ്രിയാണ്. കന്നിയിൽ 15 ഡിഗ്രി എന്ന് പറയുമ്പോൾ അത്തം നക്ഷത്രം 2ാം പാദം, അത്തം നക്ഷത്രം 2ാം പാദത്തിൽ നവാംശം ഇവിടെ വരും. അത്തം 1, 2, 3, 4 ഇതാണ് നക്ഷത്രസ്ഥിതി വരെ. അപ്പൊ ഇവിടെ ബുധൻ ഉച്ചത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ബുധൻ നവാംശത്തിൽ ഇവിടെ കാണാം. നീച നവാംശം എന്നാണ് പറഞ്ഞത്. ബുധന്റെ നീചസ്ഥാനം ഇവിടെ വരും, മീനത്തിൽ. അപ്പോൾ ഉച്ചത്തിൽ നിൽക്കുന്ന കന്നിയിൽ നിൽക്കുന്ന ബുധന്റെ നവാംശം മീനത്തിൽ വരണമെങ്കിൽ ഒരേ ഒരു സ്ഥാനമേ ഉള്ളൂ, ഉത്തരം നക്ഷത്രം. ഉത്തരം 1, 2, 3, 4. ഉത്തരം 4ൽ നിൽക്കുമ്പോൾ ഉത്തരം 4ൽ നിൽക്കുമ്പോഴേ ബുധൻ ഇവിടെ വരുള്ളൂ. പക്ഷെ ഉത്തരം 4 ബുധന്റെ ഉച്ചസ്ഥാനമല്ല. നമുക്ക് ഇത്രേ പറയാൻ പറ്റുള്ളൂ. ഉച്ചരാശിയിൽ നിൽക്കുന്ന ബുധൻ നീച നവാംശത്തിൽ നിൽക്കുമ്പോൾ ഉത്തരം 4ൽ നിൽക്കുന്ന സൂചനകൾ നൽകുന്നു. ഇതാണ് മനസ്സിലാക്കുന്നത്.